നമസ്കാരം. ഇപ്പോൾ കിട്ടിയതിലേക്ക് സ്വാഗതം. നോക്കാം വാർത്തകൾ വിശദമായി. ഞാൻ ശ്രീലക്ഷ്മി. ഇടുക്കി പൂപ്പാറയിൽ 14-കാരിയെ പീഡിപ്പിച്ച 3 പേർ പിടിയിൽ. പൂപ്പാറ സ്വദേശികളെയാണ് ശാന്തൻപാറ പോലീസ് പിടികൂടിയത്. കേസിൽ ഒരാൾ കൂടി പിടിയിലാകാനുണ്ട്. രാഹുൽ വിജയൻ വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ, ഈ സംഭവം നടന്നത് എന്നായിരുന്നു? അതിനുശേഷം ഈ പ്രതികളെ എങ്ങനെയാണ് പിടികൂടാനായത്? ശ്രീലക്ഷ്മി, വിവിധ സമയങ്ങളിലായാണ് ഈ 14-കാരി പീഡനത്തിന് ഇരയായിരിക്കുന്നത്. ആരോഗ്യദാസ്, വിഘ്നേഷ്, ജെയ്സൺ എന്നിവരാണ് നിലവിൽ ശാന്തൻപാറ പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. കേസിൽ മറ്റൊരു പ്രതിയായ അജയ് ഒളിവിലാണ്. ഇവർ തമിഴ്നാട്ടിലേക്ക് കടന്നിരിക്കാം എന്നുള്ളൊരു സംശയത്തിലാണ് പോലീസ് ഉള്ളത്. ഈ പെൺകുട്ടി സഹപാഠിയോട്, അതായത് സ്കൂളിലെത്തിയപ്പോൾ സഹപാഠിയോട് ഈ പീഡന വിവരം പറയുകയും തുടർന്ന് സഹപാഠി അധ്യാപകരെ അറിയിക്കുകയും അധ്യാപകർ ചൈൽഡ് ലൈനെ അറിയിക്കുകയും അങ്ങനെ പോലീസിലേക്ക് വിവരം എത്തുകയുമായിരുന്നു. എന്തായാലും പെൺകുട്ടിയുടെ വിശദമായിട്ടുള്ള മൊഴി എടുത്തിട്ടുണ്ട്. നിലവിൽ 3 പേരാണ് ശാന്തൻപാറ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. പല സമയത്തായിട്ട് പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 14 വയസ്സുകാരിയാണ് ലൈംഗിക പീഡനത്തിന് ഇരയായിരിക്കുന്നത്. എന്തായാലും തൊട്ടടുത്തുള്ള ആളുകളാണ് ഈ പൂപ്പാറ സ്വദേശിനിയായിട്ടുള്ള പെൺകുട്ടിയുടെ തൊട്ടടുത്തുള്ള ആളുകളാണ് ഈ പെൺകുട്ടിയെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി രാഹുൽ. ഇടുക്കി ആനച്ചാലയിൽ +2 വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് 22-കാരൻ അറസ്റ്റിൽ. ആനച്ചാൽ സ്വദേശി അതുൽ ശ്രീധരനാണ് പിടിയിലായത്. വീട്ടുകാരില്ലാത്ത സമയത്ത് വീട്ടിൽ അതിക്രമിച്ചു കയറിയാണ് പീഡിപ്പിച്ചത്. പ്രതിയെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. രാഹുൽ വിജയൻ തുടരുകയാണ്. രാഹുൽ, എന്തായിരുന്നു ഈ സംഭവം? പോലീസ് പറയുന്നത് എന്താണ്? ഇന്നലെ രാത്രിയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഈ പെൺകുട്ടിയും 22-കാരനും സുഹൃത്തുക്കളായിരുന്നു. ഇന്നലെ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ഈ സമയത്താണ് പ്രതി 22 വയസ്സുകാരൻ ഈ പെൺകുട്ടിയുടെ വീട്ടിലെത്തുകയും തുടർന്ന് ഇത് നാട്ടുകാർ കാണുകയും നാട്ടുകാർ പിടികൂടി ഈ 22-കാരനെ പോലീസിൽ ഏൽപ്പിക്കുകയുമായിരുന്നു. പെൺകുട്ടിയുടെ മൊഴി എടുത്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോക്സോ വകുപ്പ് പ്രകാരം ഈ 22-കാരനെതിരെ കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത്. നിലവിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. പെൺകുട്ടിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം മാത്രമായിരിക്കും അറസ്റ്റിലേക്ക് കടക്കുക എന്നുള്ളതാണ് പോലീസ്. ശരി, രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. ആലുവയിൽ ബസ്സിൽ കയറുന്നതിനിടെ കാൽവഴുതി വീണ വീട്ടമ്മ ബസ്സിനടിയിൽപ്പെട്ട് മരിച്ചു. നെടുമ്പാശ്ശേരി അത്താണി സ്വദേശിനി മറിയാമ്മയാണ് മരിച്ചത്. ചെങ്ങമനാട് അത്താണി റോഡിൽ കുന്നിശ്ശേരി ബസ് സ്റ്റോപ്പിൽ ഇന്ന് രാവിലെയായിരുന്നു അപകടം. എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ശ്യാം, അതിദാരുണമായ സംഭവം എന്തായിരുന്നു? ഇന്ന് രാവിലെ 7 മണിയോടുകൂടി പള്ളിയിലേക്ക് പോകുന്ന വഴിയാണ് ബസ്സിൽ കയറുന്നതിനിടെ അപകടമുണ്ടായത്. ബസ്സിലേക്ക് കയറുന്നതിനിടെ കാൽ വഴുതി നിലത്തേക്ക് വീഴുകയായിരുന്നു. ഇതോടെയാണ് അപകടമുണ്ടാകുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തത്. ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഉച്ചയോടുകൂടി മരണം സംഭവിക്കുകയായിരുന്നു. മരണം സംഭവിക്കുകയായിരുന്നു. മൃതദേഹം നിലവിൽ ഇപ്പോൾ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നാണ് അധികൃതർ പറഞ്ഞിരിക്കുന്നത്. ശരി, എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന്. ISLൽ വിജയവഴിയിൽ തിരിച്ചെത്താൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങും. FC ഗോവയാണ് എതിരാളികൾ. രാത്രി 7:30 റിപ്പോർട്ടിലേക്ക് വരാം. മറ്റൊരു വാർത്തയിലേക്ക്. വയനാട് കൽപ്പറ്റയിൽ കാർ നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞു. കണ്ണൂർ കടവത്തൂർ സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. പരുക്കേറ്റ 9 പേരെ കൽപ്പറ്റയിലെ ആശുപത്രിയിലേക്ക് മാറ്റി. ആരുടെയും നില ഗുരുതരമല്ല. അരുൺ പാറയ്ക്കൽ വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകും. അരുൺ, ഈ അപകടം എങ്ങനെയാണ് ഉണ്ടായത്? അപകടത്തിൽപ്പെട്ടവരുടെ പരിക്ക് ഗുരുതരമല്ല. അവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട് ഇപ്പോൾ? ശ്രീലക്ഷ്മി, ഇന്ന് ഉച്ചയോടെയാണ് അപകടമുണ്ടായത്. കോഴിക്കോട് മൈസൂർ ദേശീയപാതയാണ്. ചുണ്ടയിൽ ചേലോട് വെച്ചാണ് ഈ വാഹനാപകടം ഉണ്ടായിരിക്കുന്നത്. കാറ് നിയന്ത്രണം വിട്ട് റോഡരികിലെ താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. കണ്ണൂർ കടവത്തൂർ സ്വദേശികളാണ് കാറിലുണ്ടായിരുന്നത്. 9 പേർ, കുട്ടികളടക്കം 9 പേർ കാറിലുണ്ടായിരുന്നു. എന്തായാലും ഈ ആളുകൾ, അപകടത്തിൽപ്പെട്ട ആളുകളുടെ നില ഗുരുതരമല്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവരെ കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ശ്രീലക്ഷ്മി, വാർത്തകളിലേക്ക് വീണ്ടും. ISLൽ വിജയവഴിയിൽ തിരിച്ചെത്താൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങും. FC ഗോവയാണ് എതിരാളികൾ. രാത്രി 7:30 കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. അനിൽ വാസുദേവ് കൊച്ചിയിൽ നിന്ന് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന് ചേരുകയാണ്. അനിൽ, ഇന്നത്തെ ജയം ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം അനിവാര്യമാണ്? ഇപ്പോൾ മത്സരം 7:30 തുടങ്ങുക. സ്റ്റേഡിയത്തിൽ നിന്നുള്ള കാഴ്ചകൾ എത്രത്തോളം ആവശ്യമുണ്ട് അവിടെ ഇപ്പോൾ? ശ്രീലക്ഷ്മി, ഒരു നിർണായക പോരാട്ടത്തിനിറങ്ങുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. കാരണം അവസാന 6 മത്സരങ്ങളിലും തോൽവി, സൂപ്പർ കപ്പിൽ ഉൾപ്പെടെ 6 മത്സരങ്ങളിൽ തോൽവിയാണ്. ഇനി ഈ ലീഗിൽ സീസണിൽ മുന്നോട്ട് പോകണമെങ്കിൽ
കേരളത്തിന് ഒരു ജയം അനിവാര്യമാണ്. എതിരാളികൾ ചില്ലറക്കാരല്ല, ഗോവയാണ്, കരുത്തരാണ്. അവരും വമ്പൻ ജയങ്ങളിലൂടെ മുന്നോട്ട് വന്നാൽ അവസാന 2 മത്സരങ്ങളിൽ മാത്രം തോൽവി എറിഞ്ഞൊരു ടീമാണ്. ഈ സീസണിൽ തന്നെ കേരളത്തെ ഒരു തവണ തോൽപ്പിച്ച ടീമാണ്. കേരളത്തിനെതിരെ ചരിത്രം നോക്കുകയാണെങ്കിൽ മുഖാമുഖം പോരാട്ടങ്ങളിലൊക്കെ തന്നെ വമ്പൻ റെക്കോർഡുള്ള ഒരു ടീമാണ്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ജയിച്ചേ തീരൂ. അങ്ങനെ ഒരു ജീവൻ മരണ പോരിനിറങ്ങുകയാണ്. ആരാധകരൊക്കെ തന്നെ വലിയ പ്രതീക്ഷയിലാണ്. എന്താണ് ഇന്ന് കേരളം ജയിക്കോ? ജയിക്കണമെന്നുള്ള പ്രതീക്ഷയോടെയാണ് നമ്മൾ വരുന്നത്. അപ്പൊ ജയിക്കട്ടെ എന്ന് നമ്മള് ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിലൊക്കെ തോൽവി നേരിട്ടപ്പോൾ പല ആരാധകരും ഇപ്പോൾ ആളുടെയൊക്കെ എണ്ണത്തിൽ വലിയ കുറവുണ്ട്. തിരിച്ചുവരവാണ്. 2-1 എന്തായാലും ജയിച്ചിരിക്കും, ഉറപ്പാണ്. ഇന്ന് തിരിച്ചു വരും, വീണ്ടും പഴയ പോയിന്റ് നേടിയെടുക്കും, വീണ്ടും 1ാം സ്ഥാനം തന്നെ തിരിച്ചു വരും. ഈ നമ്മുടെ പ്രധാനപ്പെട്ട താരങ്ങളുടെയൊക്കെ ഒരു പരിക്കൊക്കെ വലിയ തിരിച്ചടിയായിട്ടുണ്ട്. ഇപ്പൊ കോച്ചൊക്കെ അതിനൊക്കെ വലിയ ആരോപണമൊക്കെ ഉന്നയിച്ചു കഴിഞ്ഞു. അതൊന്നും ബാധിക്കുന്ന തോന്നില്ല. കളി നല്ല 2-1 3-1 സ്കോർ ജയിക്കാൻ ചാൻസ് ഉണ്ട്. കേരളം എന്തായാലും ജയിക്കും. എന്തായാലും വലിയ പ്രതീക്ഷയിലാണ് ശ്രീലക്ഷ്മി, ആരാധകരൊക്കെ തന്നെ ഉള്ളത്. ഒപ്പം തന്നെ നമുക്ക് ഈ ആരാധകരുടെ കുറച്ച് ആവേശങ്ങളിലേക്കൊക്കെ തന്നെ പോകാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ ഗോവൻ ഫാൻസും ഇത്തവണ കളറാക്കാൻ ഗോവൻ ഫാൻസും അടക്കമുള്ള ആളുകളൊക്കെ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ചില ഗോവൻ ആരാധകരുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി നമുക്ക് പോകാമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് തവണ പ്രതീക്ഷ? വാട്ട്സ് യുവർ എക്സ്പെക്ടേഷൻസ്? ഇന്ന് എന്തായാലും ജയിക്കും. ഗോവ ജയിച്ചിട്ട് ആ കലൂരിന്ന് പോവും. ഇവിടെ വലിയ എതിരാളികൾക്ക് ഇവിടെ വന്ന് മത്സരിക്കുമ്പോൾ നരകമാണെന്നാണ് പറയാറ്. അപ്പോൾ അങ്ങനെ ഒരു നരകമൊന്നും ഉണ്ടാവില്ല. ഞങ്ങളുടെ ഇതിൽ വന്നിട്ട് ഞങ്ങൾ അതിനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. 1-0 പൊട്ടിച്ചു. അതേ അവസ്ഥ പടി ഉണ്ടാവും. എന്നെ പറയുന്നത് എന്തായാലും കേരളത്തിനെതിരെ ഒരു ജയം ഉണ്ടാവുന്നു. പക്ഷെ കഴിഞ്ഞ 2 മത്സരങ്ങളിൽ ഗോവ ഒരു തിരിച്ചടി നേരിട്ടിരിക്കുന്നു. അത് ഇത്തവണ അതേപോലെ തന്നെ കേരളവും നല്ല ഒരു ഇതിൽ തന്നെയാണുള്ളത്, തകർച്ചയിൽ തന്നെയാണുള്ളത്. ഗോവയിൽ 2 കൈനാളി 2 കളി തോറ്റണെങ്കിലും അവർ നല്ല രീതിയിൽ തിരിച്ചുവരവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നല്ല ടീമിൽ നല്ല പ്രതീക്ഷയുണ്ട്. എന്തായാലും തിരിച്ചു വരും. ഈ ട്രാവലിംഗ് ഫാൻസ് എന്തായാലും അവരും വലിയ പ്രതീക്ഷയിലാണെന്ന് തോന്നുന്നു. എന്താണ് ഇതിന് മറുപടി കൊടുക്കാൻ കേരള ആരാധകർക്കാകുമോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. എന്താണ് കേരളത്തിന്റെ ആരാധകരുടെ പ്രതീക്ഷ? ആരാ ഗോൾ അടിക്കാൻ തോന്നുന്നു? ഫെദോ തവണ അടിക്കോ? ഫെദോക്കെതിരൊക്കെ ഭയങ്കര വിമർശനം വരുന്നു. കഴിഞ്ഞ കളികളിലൊന്നും കളിച്ചില്ല എന്ന് പരാതി പറയുന്നു. എന്നാൽ കുറച്ചുകൂടി ആരാധകരൊക്കെ തന്നെ അവർ പ്രതീക്ഷിക്കുന്നത്. എന്താണ് ഇന്നത്തെ മത്സരത്തിൽ പ്രതീക്ഷ? അല്ല, ജയിക്കണമെന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. കഴിഞ്ഞ 2 തവണ തോറ്റിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ മാച്ച് എങ്ങനെ ജയിക്കണമെന്നാണ്. ഗോവൻ 2 മാച്ച് മാറി കുറെ പേര് നിപ്പുണ്ട്. എന്നാലും നമ്മൾ തന്നെ ജയിക്കുന്നതാണ് എന്റെ വിശ്വാസം. ശരിക്കും പറഞ്ഞ ഇവിടെയൊക്കെ വരുമ്പോൾ വലിയൊരു ജനസാഗരമാണ് കാണുന്നത്. നല്ലൊരു വൈബാണ് ഇവിടെ. കാരണം കുറെ പേര് കുറെ ദൂരം നിന്നൊക്കെ വരുമ്പോൾ ഞങ്ങൾ തന്നെ നല്ല ഒരു എൻതൂസിയാസ്റ്റിക് ഭയങ്കര എക്സൈറ്റ്മെന്റാ. ശരിക്കും പറഞ്ഞാൽ ട്രൂ ഫാൻസ് ഇല്ലെന്നാണോ? അതായത് ഒരു 2 കളി തോക്കുമ്പോഴേക്കും തള്ളിപ്പറയുക എന്നുള്ളതാണോ? പിന്നെ ഫാൻസ് ഉണ്ട്. പക്ഷെ ഈ പഴയ ഒരു തിരക്കും ഒന്നും കാണുന്നില്ല. ഈ 2 കളി തോക്കുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു 2 തിരിച്ചടി നേരിടുമ്പോഴേക്കും കൈവിടുന്ന ആളുകളാണോ കേരളത്തിന്റെ ഫാൻസ്? ഒട്ടുമല്ല. ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് 3 മാച്ച് പോയതിന്റെ ഒരു പ്രശ്നം. ഇന്ന് ഗോവ തോക്കും. ഇന്ന് ഗോവ തോറ്റിരിക്കും. ഇന്ന് കേരളമാണ് ജയിക്കുന്നത്. കേരളം ഇപ്പൊ ഗോവൻ ആരാധകരെ കണ്ടിരുന്നു. അപ്പൊ അവര് പറയുന്നത് ഗോവയിൽ വന്ന് തോൽപ്പിച്ചു. ഇവിടെ കഴിഞ്ഞ കളി പഞ്ചാബിന്റെ കളി വന്നപ്പം നമ്മുടെ ഈ ഫാൻസ് തന്നെ ഇവിടെ ഇത്ര ആൾ പോലും ഇല്ലായിരുന്നു. ഞാനും കഴിഞ്ഞ കളി പഞ്ചാബിന്റെ കളിയാണ് ഇവിടെ തന്നെ വന്നയാ. ഇത്ര ആൾക്കാർ പോലും ഇല്ലായിരുന്നു. കുറഞ്ഞ നിരക്കി വന്നിരുന്ന കളിയും കണ്ട് നമ്മൾ തോറ്റി നമ്മുടെ പ്ലെയേഴ്സിനെ അവിടെ നിന്ന് തെറി വിളിക്കുന്ന രീതിയിലുള്ള സംസാരം എല്ലാം അവിടെ വന്നായിരുന്നു. അങ്ങനെയുള്ള സംസാരം എല്ലാം വന്നിട്ട് ടീമിനെ സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മള് ഫുട്ബോൾ കളി കാണാൻ വന്നവരാണ്. കളി കാണുന്നു, ആസ്വദിക്കുന്നു, പോകുന്നു. എന്തായാലും ശരി അനിൽ, കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവ പോരാട്ടം രാത്രി 7:30 കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കും. ആരാധകരൊക്കെ ആവേശത്തിലാണ്. മറ്റൊരു വാർത്തയിലേക്ക്. ആലപ്പുഴ എടത്വയിൽ തരിശുപാടത്ത് തീപിടുത്തം. എടത്വ കൃഷിഭവന്റെ പരിധിയിലുള്ള മാങ്കുഴി പാടശേഖരത്തായിരുന്നു തീപിടുത്തമുണ്ടായത്. മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകും. മനീഷ്, ഈ തീപിടുത്തം എങ്ങനെയാണ് ഉണ്ടായത്? ഇപ്പോൾ തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചിട്ടുണ്ടോ? എത്രത്തോളം കൃഷി കത്തി നശിച്ചിട്ടുണ്ട് ഇപ്പോൾ? രശ്മി, മാങ്കുഴി പാടശേഖരത്ത് കൃഷി നടക്കുന്ന സ്ഥലമുണ്ട്. ഒപ്പം തന്നെ ഉപയോഗശൂന്യമായി തരിച്ചു കിടക്കുന്ന സ്ഥലമുണ്ട്. തരിച്ചു കിടക്കുന്ന സ്ഥലത്ത് സ്വാഭാവികമായി വേനൽക്കാലത്ത് ആളുകൾ തീ കത്തിക്കുന്നതാണ്. പക്ഷേ ഇത്
വേനലിന്റെ കാഠിന്യത്തിൽ തീ കത്തിയതാണ്. ആദ്യ ഘട്ടങ്ങളിൽ നാട്ടുകാർ ഈ പുകയിരുന്ന ഇത് കണ്ട് ബക്കറ്റിൽ വെള്ളമെടുത്തു ഒഴിച്ച് തീ കെടുത്താൻ ശ്രമിച്ചിരുന്നു. സമീപത്ത് വീടുകളൊക്കെ ഉള്ള ഒരു മേഖല കൂടിയാണ്. അവിടെ നേരത്തെ ആളുകൾ വെച്ച് തീ വന്നു അല്ലെങ്കിൽ ആ രീതിയിൽ കെടുത്തുന്ന ഒരു സംവിധാനം അവർ നേരത്തെ ഉണ്ടായിരുന്നത്. സ്വാഭാവികമായി തന്നെ തീ പിടിച്ചു. പിന്നീട് നാട്ടുകാർക്ക് ഈ തീ കെടുത്താൻ പറ്റാത്ത സാഹചര്യം വന്നതോടെ പോലീസ് സ്ഥലത്തെത്തി. പിന്നീട് തകഴിയിൽ നിന്നും ഫയർഫോഴ്സ് കൂടി അവിടെ എത്തിയാണ് ഇതിൽ തീ അണച്ചിട്ടുണ്ട്. മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സമീപത്ത് ജനവാസ മേഖലയാണ്, ഒരുപാട് ആളുകൾ താമസിക്കുന്ന മേഖലയാണ്. ഇത്തവണ അവർ 2 ടേമുകളിലായിട്ട് 2 സീസണിലായിട്ട് ഈ ഒരു മേഖലയിൽ മുഴുവൻ ഈ കൃഷി നടത്തുന്നില്ല. ഉപയോഗശൂന്യമായി കിടക്കുന്ന അല്ലെങ്കിൽ തരിശായി കിടക്കുന്ന സ്ഥലത്ത് ആണ് ഈ തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. എന്തെങ്കിലും വലിയ നാശനഷ്ടമോ അല്ലെങ്കിൽ അപകടങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. തീ അല്പനിമിഷങ്ങൾക്ക് മുമ്പ് അണച്ചു. ശരി മനീഷ്, ആലപ്പുഴയിൽ തരിശുപാടത്താണ് തീപിടുത്തം അണയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ പടക്കശാലയിൽ ഉണ്ടായ സ്ഫോടനത്തിൽ 4 മരണം, നിരവധി പേർക്ക് പരുക്കേറ്റു. കൗശാംബിയിലായിരുന്നു അപകടം. അച്യുതൻ വിവരങ്ങളുമായി ചേരുന്നു. അച്യുതൻ, എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? ഈ പരുക്കേറ്റവരുടെയൊക്കെ സാഹചര്യം എങ്ങനെയാണിപ്പോൾ? ശ്രീലക്ഷ്മി, ഇന്ന് ഉച്ചയോട് കൂടിയാണ് കൗശാംബിയിൽ പടക്ക നിർമ്മാണശാലയിൽ പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. വിവരം ലഭിച്ച ഉടൻ തന്നെ അഗ്നിരക്ഷാ സേനയും ആംബുലൻസും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. 4 പേർ കൊല്ലപ്പെട്ടതായും ഒപ്പം തന്നെ 6ഓളം പേർക്ക് പരിക്കേറ്റതുമായുമാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിരിക്കുന്നത്. പരിക്കേറ്റവർ ചികിത്സയിൽ കഴിയുകയാണ്. ഇതിൽ ചിലരുടെ നില ഗുരുതരമാണ് എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ തീ നിയന്ത്രണ വിധേയമാക്കിയിരിക്കുകയാണ്. ഈ പടക്ക നിർമ്മാണശാല ഈ ജനവാസ മേഖലയിൽ നിന്നും അകലെയായതിനാൽ തന്നെ വലിയൊരു അപകടം ഒഴിവായി എന്ന് കൂടി പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ മരിച്ചവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്ന നടപടികൾ കൂടി നടക്കുകയാണ്. ഒപ്പം തന്നെ മറ്റ് രക്ഷാപ്രവർത്തനങ്ങളും ഇതിന്റെ ഭാഗമായി ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. ശ്രീലക്ഷ്മി. ശരി അച്യുതൻ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ തൃശൂർ അതിരൂപതയുടെ നേതൃത്വത്തിൽ സമുദായ ജാഗ്രതാ സമ്മേളനം. മണിപ്പൂർ ഉൾപ്പെടെയുള്ള രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിലെ സംഘർഷാവസ്ഥ അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ചു. സംസ്ഥാനത്ത് ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾ വിതരണം ചെയ്യുന്നതിൽ വിവേചനമുണ്ടെന്നും പ്രമേയത്തിൽ വിമർശനം. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച 9 മാസങ്ങൾക്ക് ശേഷവും നടപടിയെടുക്കാത്തതിൽ യോഗം പ്രതിഷേധം രേഖപ്പെടുത്തി. സൂരജ് സജി തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകും. സൂരജ്, ഈ സമ്മേളനത്തിൽ പ്രധാനമായും എന്തൊക്കെ വിഷയങ്ങളാണ് ചർച്ചയായത്? ആരൊക്കെ പങ്കെടുത്തു? ഒപ്പം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ എന്തൊക്കെ തരത്തിലുള്ള വിമർശനമാണ് ഉണ്ടായത്? സൂരജ്. തൃശൂർ അതിരൂപതയുടെ നേതൃത്വത്തിലാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിക്കൊണ്ട് തന്നെ സഭയുടെ നിലപാട് വിശദീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സമുദായ ജാഗ്രതാ സമ്മേളനം വിളിച്ചു ചേർത്തത്. ഈ സമ്മേളനത്തിലാണ് അവതരിപ്പിച്ച പ്രമേയത്തിലാണ് ഇത്തരത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ വിമർശനം മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും ഈ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വിമർശനം സംസ്ഥാനത്ത് ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾ വിതരണം ചെയ്യുന്നതിൽ നീതീകരിക്കാനാകാത്ത വിവേചനമുണ്ട് എന്നുള്ളതാണ് ഈ പ്രമേയത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതുപോലെ തന്നെ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച് മാസങ്ങളായിട്ടും ഇതുവരെയും അത് പ്രസിദ്ധീകരിക്കാൻ പോലും തയ്യാറാകാത്ത സർക്കാർ നിലപാട് അംഗീകരിക്കാൻ കഴിയില്ല എന്നും പറയുന്നു. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെതിരെയും വിമർശനം മുന്നോട്ട് വെക്കുന്നുണ്ട്. കാരണം മണിപ്പൂർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ക്രൈസ്തവ വിഭാഗം ആക്രമിക്കപ്പെടുമ്പോഴും അത് സമാധാനം ഉറപ്പാക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെടുന്നുവെന്നും അടിയന്തരമായി ഇത് ഉറപ്പാക്കണം, സമാധാനം ഉറപ്പാക്കണം എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഈ മതേതര ഇന്ത്യയിൽ ഈ ക്രൈസ്തവ സഭകൾക്ക് നേരെയുള്ള അതിക്രമം വർദ്ധിച്ചു വരികയാണ്. അത് തടയുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നും പ്രമേയം മുന്നോട്ട് വെക്കുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കൃത്യമായ നിലപാട് വിശദീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു സമ്മേളനം വിളിച്ചു ചേർത്തിരുന്നത്. ശ്രീലക്ഷ്മി. ശരി സൂരജ്. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സർക്കാർ ഉണ്ടാക്കാൻ മാത്രമാണ് കോൺഗ്രസിന് താൽപര്യം, കുടുംബത്തിന്റെ വളർച്ച മാത്രമാണ് കോൺഗ്രസ് ലക്ഷ്യമിട്ടതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമർശിച്ചു. കോൺഗ്രസ് ഭരണകാലത്തെ മുഴുവൻ അഴിമതികൾക്കും തടയിടാനായെന്നും നവഭാരതത്തിന്റെ നിർമ്മാണം ഇപ്പോൾ കാണാൻ കഴിയുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. कांग्रेस ने कॉमनवेल्थ घोटाला कर दिया. जब देश में डिफेंस इंफ्रास्ट्रक्चर को मजबूत करने की बारी आई, कांग्रेस ने हेलीकॉप्टर और सबमरीन घोटाला कर दिया. देश की हर जरूरत के साथ कांग्रेस सिर्फ विश्वासघात ही कर सकती है और इसका परिणाम आप पूरे देश में ऐसे नव्य भव्य और दिव्य निर्माण कार्य देख रहे हैं. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കേബിൾ സ്റ്റേ പാലമായ സുദർശൻ സേതു ഗുജറാത്തിലെ ദ്വാരകയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഓഖയെയും ദ്വാരക ദ്വീപിനെയും ബന്ധിപ്പിക്കുന്ന പാലം
979 കോടി രൂപ ചെലവിലാണ് നിർമ്മിച്ചത്. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ചേരുന്നു. ബൽറാം, രാജ്യത്തിന് മറ്റൊരു അഭിമാന പദ്ധതി കൂടി പ്രധാനമന്ത്രി തുടങ്ങി വെച്ചിരിക്കുന്നു, അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നു. ഈ പദ്ധതിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അതോടൊപ്പം ഈ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം കോൺഗ്രസിനെതിരെ എത്തരത്തിലുള്ള ഒരു വിമർശനമാണ് ഇന്ന് നടത്തിയത്? ശ്രീലക്ഷ്മി, ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ നാടായ ഗുജറാത്തിൽ 2 ദിവസത്തെ സന്ദർശനം നടത്തുകയാണ്. അതിനിടെ ഒട്ടേറെ പദ്ധതികൾ അദ്ദേഹം തറക്കല്ലിടുന്നുണ്ട്. അതിനോടൊപ്പമാണ് അദ്ദേഹം ദ്വാരകയിൽ ഒരു പുതിയ പാലത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. സുദർശൻ സേതു എന്ന പാലം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലമാണ്. കേബിളുകളിലാണ് ഈ പാലം ഘടിപ്പിച്ചിരിക്കുന്നത്. 2.3 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ പാലം ഓഖിയെയും ദ്വാരകാ ദ്വീപിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ്. ദ്വാരകാധീശ ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്താൻ പോകുന്ന ഭക്തർക്ക് ഒട്ടേറെ സൗകര്യം ഒരുക്കുന്നതാണ് ഈ പാലം എന്ന് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഘട്ടത്തിൽ വ്യക്തമാക്കി. നേരത്തെ ഇത് ബോട്ടുകൾ ഉപയോഗിച്ച് യാത്ര ചെയ്യേണ്ടിയിരുന്നിടത്താണ് ഇത്തരത്തിലൊരു പാലം ഒരുക്കിയിരിക്കുന്നത് എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. 6 വർഷം മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഈ പാലത്തിൻ്റെ തറക്കല്ലിടൽ നിർവഹിച്ചിരിക്കുന്നത്. ഈ പാലത്തിൽ ദ്വാരക എന്ന പ്രദേശത്തിൻ്റെ മറ്റ് ആത്മീയമായ പശ്ചാത്തലം കൂടി പരിഗണിച്ചുകൊണ്ട് തന്നെ ഈ പാലത്തിൻ്റെ കൈവരികളിൽ ശ്രീകൃഷ്ണൻ്റെയും ഒപ്പം തന്നെ ഭഗവത്ഗീതയുടെ വചനങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഈ പാലത്തിൽ 1 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സോളാർ പാനലും സ്ഥാപിച്ചിരിക്കുകയാണ്. ഈ പാലത്തിന്റെ ഉദ്ഘാടനം 6 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ തനിക്ക് രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കേബിൾ സ്റ്റേ പാലമായ സുദർശൻ സേതുവാണ് ഗുജറാത്തിലെ ദ്വാരകയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. വിദേശ നാണ്യ വിനിമയ ചട്ടലംഘന കേസിൽ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ ഹിരാനന്ദാനി ഗ്രൂപ്പിന്റെ പ്രൊമോട്ടർമാർക്ക് ഇഡി സമൻസ്. നിരഞ്ജൻ ഹിരാനന്ദാനിക്കും മകൻ ദർശൻ ഹിരാനന്ദാനിക്കുമാണ് സമൻസ് അയച്ചത്. നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, എന്താണ് വിവരങ്ങൾ? എപ്പോഴേക്ക് ഇവർ ഹാജരാകണമെന്നാണ് ഇഡിയുടെ നോട്ടീസിൽ പറയുന്നത്? ശ്രീലക്ഷ്മി, ഈ പ്രമുഖ റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ ഹിരാനന്ദാനി ഗ്രൂപ്പിന്റെ പ്രൊമോട്ടർമാരായ നിരഞ്ജൻ ഹിരാനന്ദാനി ഒപ്പം തന്നെ മകൻ ദർശൻ ഹിരാനന്ദാനി എന്നിവരോട് ചോദ്യം ചെയ്യലിനായി ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് നൽകിയിരിക്കുന്നത്. നാളെ മുംബൈയിലുള്ള ഇഡി ഓഫീസിൽ ചോദ്യം ചെയ്യലിനായി ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് ഈ സമൻസ്. എന്നാൽ അഭിഭാഷകർ മുഖേന ഇഡിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാം എന്നുള്ള ഇവരുടെ അപേക്ഷ ഇഡി തള്ളിയിരിക്കുകയാണ്. ദർശൻ ഹിരാനന്ദാനി ദുബായിൽ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരിട്ട് ഹാജരാകാനാകില്ല എന്നാണ് ഇഡിയെ അറിയിച്ചത്. ആ അപേക്ഷ ഇഡി തള്ളിയിരിക്കുന്നു. ഇവരുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട 5 ഇടങ്ങളിൽ ഇഡി കഴിഞ്ഞ ദിവസം റെയ്ഡ് നടത്തിയിരുന്നു. ഈ ദർശൻ ഹിരാനന്ദാനിയാണ് നേരത്തെ പാർലമെന്റിൽ ഉയർന്ന ചോദ്യക്കോഴ ആരോപണത്തിൽ തൃണമൂൽ കോൺഗ്രസ് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ ഹിരാനന്ദാനി ഗ്രൂപ്പിന്റെ പ്രൊമോട്ടർമാർക്കാണ് ഇപ്പോൾ ഇഡി സമൻസ് അയച്ചിരിക്കുന്നത്. നാളെ ഹാജരാകണം, ചോദ്യം ചെയ്യാനായി എത്തണം എന്നാണ് ഈ നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ടിജൂസ് അക്കാദമിയുടെ 4ാം വാർഷികവും പുതിയ ബ്രാഞ്ചിന്റെ പ്രവർത്തന ഉദ്ഘാടനവും പത്തനംതിട്ട തിരുവല്ലയിൽ നടന്നു. മന്ത്രി സജി ചെറിയാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പുനലൂർ ബിഷപ്പ് റവറന്റ് ഡോക്ടർ സിൽവസ്റ്റർ പൊന്നുമുത്തൻ മുഖ്യാതിഥിയായിരുന്നു. ടിജൂസ് അക്കാദമി എം ഡി ടിജു ആന്റണി, സിഇഒ ടിനു ആന്റണി, ഡയറക്ടർ ദീപ്തി തോമസ്, ജോളി ആന്റണി തുടങ്ങിയവർ പങ്കെടുത്തു. രണ്ടാമത് ആരംഭിച്ച സ്ഥാപനത്തിന്റെ നവീകരിച്ച പുതിയ കെട്ടിടത്തിലേക്ക് ഇന്ന് പ്രവേശിക്കുകയാണ്. മാവേലിക്കരയിൽ ആരംഭിച്ച് വളരെ വിജയകരമായി കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സംരംഭമായി ടിജൂസ് അക്കാദമി മാറി. അതിനുശേഷം തിരുവല്ലയിൽ ആരംഭിച്ചു. നല്ല വിജയകരമായി ഈ സ്ഥാപനം തിരുവല്ലയിൽ മാറി. അവിടെ നിന്ന് പുതിയ ഒരു കെട്ടിടത്തിലേക്ക് ഇന്ന് പ്രവേശിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു സംരംഭകൻ എന്ന നിലയിൽ ടിജു ദീപ്തിയും കേരളത്തിലെ യുവത്വത്തിന് മാതൃകയാണെന്ന് വളരെ അഭിമാനത്തോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.
മന്നത്ത് പത്മനാഭനെക്കുറിച്ച് CPIM മുഖപത്രം ദേശാഭിമാനി പ്രസിദ്ധീകരിച്ച ലേഖനത്തിനെതിരെ NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. മന്നത്ത് പത്മനാഭൻ വിമോചന സമരത്തിൽ പങ്കെടുത്തത് ജനാധിപത്യം സംരക്ഷിക്കാനെന്ന് G. സുകുമാരൻ നായർ പറഞ്ഞു. മന്നത്തിനെ വർഗീയവാദിയെന്ന് വിശേഷിപ്പിച്ച പാർട്ടിയാണ് മന്നത്തിനെതിരായ പ്രചാരണത്തിന് പിന്നിൽ. ദുഷ്പ്രചരണങ്ങളാണ് സമുദായ അംഗങ്ങളും NSSും തളരില്ല. മന്നത്ത് പത്മനാഭൻ ജീവിച്ചിരുന്നതിനാൽ നായർ സമുദായം രക്ഷപ്പെട്ടെന്നും മന്നം സമാധി യോഗത്തിൽ നടത്തിയ പ്രസംഗത്തിൽ G. സുകുമാരൻ നായർ പറഞ്ഞു. ഈ അഭിപ്രായം ഒരു പ്രത്യേക പാർട്ടിയുടെ മാത്രമായിട്ട് നമ്മൾ കണ്ടാൽ മതി. ഇത് ജനങ്ങളുടെ അഭിപ്രായമല്ല, അത് നമ്മൾ തിരിച്ചറിയണം. ആ പത്രം ഇതിനുവേണ്ടി തെരഞ്ഞു പിടിച്ച് ഈ ചരമദിനത്തിന് മുമ്പായി തന്നെ ഇത് പ്രസിദ്ധീകരിക്കുവാൻ അവരെ പ്രേരിപ്പിക്കുന്ന ശക്തി എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്താ? മന്നത്ത് പത്മനാഭനെ വർഗീയവാദി എന്ന് ആദ്യം വിശേഷിപ്പിച്ച, ഇന്നും വിശേഷിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇതിന്റെ പിന്നിലെല്ലാം നിൽക്കുന്നത് എന്നും നിങ്ങൾ മനസ്സിലാക്കണം. ഇത് നമ്മൾ മറന്നുപോകരുത്. പക്ഷെ ഇതുകൊണ്ടൊന്നും നായരോ NSSോ ഭയപ്പെടാൻ പോകുന്നില്ല. ധീരനായ മന്നത്ത് പത്മനാഭന്റെ അനുയായികളായ ഞങ്ങൾ ഈ തെറ്റായ നടപടിക്കെതിരെ ഏതറ്റം പോകാനും, ഇതേ രീതിയിൽ ആവർത്തിച്ചാൽ ഏതറ്റം പോകുവാനും ഞങ്ങൾ മടിക്കുകയില്ല എന്ന് മാത്രം ബന്ധപ്പെട്ട, അതായത് ഈ ദേശാഭിമാനി പത്രത്തിനെയും ആ ലേഖകനെ ഓർമ്മിക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇതോടെ ഇപ്പോൾ കിട്ടിയത് പൂർണ്ണമാവുകയാണ്.